ജനകൻ ഋഷിയായി രാജ്യം ഭരിച്ച ആളാണ്. ഒരു സ്ത്രീ അവൾ മരിക്കുന്നതിന് മുൻപ് അവൾക്ക് ഏറ്റവും കൂടുതൽ വാത്സല്യം കിട്ടിയിട്ടുള്ളതായി അവളുടെ അച്ഛനാണ്. അത് ജനകനാണ്. ഈ രാമൻ ഇങ്ങനെ ആളുകളെയൊക്കെ ഉപദേശിക്കുന്നൊരു രീതിയുണ്ട്. സീതയെ ഒരൊറ്റ പ്രാവശ്യമേ ഉപദേശിക്കാൻ ശ്രമിച്ചുള്ളൂ. സീത ഒരിക്കലും അങ്ങനെ ഒരു ഉപദേശത്തിനൊന്നും വഴങ്ങുന്നൊരു ഇതല്ല. കാരണം ജനകൻ്റെ മകളാണ്. ദശരഥൻ അങ്ങനെ ആയിരുന്നില്ല. 353 ഭാര്യമാർ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു വിഷയാസക്തനായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. നീ രാജാവാകണ്ടെന്ന് ദശരഥൻ എങ്ങും പറഞ്ഞിട്ടില്ല. ജനകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആ നിർമ്മമനായി രാജ്യം ഭരിച്ച ചക്രവർത്തിയുടെ മകളാണ് ഭൂമിപുത്രിയായ സീത. രാമായണത്തിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ്, ഒന്ന് ദശരഥനും മറ്റൊന്ന് ജനകനും. 2 അച്ഛന്മാർ, 2 പേരുടെ 2 പ്രധാന കഥാപാത്രങ്ങളുടെ അച്ഛന്മാരായിട്ടുള്ളത്. ഇവരെ 2 പേരെയും തമ്മിൽ അധികം അറിയില്ല. ഇവർ 2 പേരും എന്താണ് സർ ശരിക്കും ഇതിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണ്? അത് തർക്കമൊന്നുമില്ല, ജനകൻ തന്നെ. രാമൻ്റെ പിതാവല്ല. രാമൻ്റെ പിതാവല്ല. എന്തുകൊണ്ടാണ്? സീതയുടെ പിതാവാണ്. അതായത് ജനകൻ ഋഷിയായി രാജ്യം ഭരിച്ച ആളാണ്. ഋഷിയായിട്ടാണ് ജനകൻ്റെ രാജ്യം ഭരിക്കുന്നത്. പിന്നെ ജനകന് ഒരു ബയോളജിക്കൽ ഡോക്ടറേ ഉള്ളൂ, അത് ഊർമിളയാണ്. ഊർമിളയാണ്. സീത വളർത്തു മകളാണ്. പക്ഷേ ഈ വളർത്ത് മകള് ഭൂമിയിൽ നിന്ന് തിരോഭവിക്കുന്ന ഭൂമിപുത്രിയാണ് സീത. ആ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുൻപ് അനുസ്മരിക്കുന്നത് അത് വാൽമീകിയും വർണ്ണിച്ചിട്ടുണ്ട്. അതിനേക്കാൾ മനോഹരം, അതിൻ്റെ ഒട്ടും കുറയാതെ കുമാരനാശാനും പറഞ്ഞിട്ടുണ്ട്. കുമാരനാശാനും സീതയുടെ തിരോഭാവിക്കുന്നതിൻ്റെ മുൻപുള്ള ഒരു സന്ധ്യ തുടങ്ങി ഈ മരണം വരെയുള്ളൊരു പ്രഭാതം വരെയുള്ളൊരു കാലമാണല്ലോ ചന്ദ്രഷ്ടയെ സീതയിൽ എടുത്തിട്ടുള്ളത്. മറ്റേ രാമായണത്തിൽ അതിങ്ങനെ അത് വിസ്തരിച്ച് തന്നെ ഉത്തരരാമായണത്തിൽ അത് പറയുന്നുണ്ട്. സീത ആലോചിക്കുന്ന, സീത ഏറ്റവും ഒരു സ്ത്രീ അവൾ മരിക്കുന്നതിന് മുൻപ് അവൾക്ക് ഏറ്റവും കൂടുതൽ വാത്സല്യം കിട്ടിയിട്ടുള്ളതായി അവളുടെ അച്ഛനാണ്. അത് ജനകനാണ്. അത് ജനകനാണ്. പിന്നെ എവിടെയൊക്കെ ധാർമ്മിക പ്രശ്നം സീത ഉയർത്തുന്നുണ്ടോ രാമായണത്തിൽ, അവിടെയൊക്കെ അദ്ദേഹം വാൽമീകി ജനകജ, ജാനകി, ജനകപുത്രി ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക. ആ ജനകനുമായിട്ട് ഇത് ചെയ്താണ്. ഈ രാമൻ ഇങ്ങനെ ആളുകളെയൊക്കെ ഉപദേശിക്കുന്നൊരു രീതിയുണ്ട്. സീതയെ ഒരൊറ്റ പ്രാവശ്യമേ ഉപദേശിക്കാൻ ശ്രമിച്ചുള്ളൂ. അത് കാട്ടിലേക്ക് പോകുന്ന സമയത്ത്, അഭിഷേകം ഭംഗം സംഭവിച്ച് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് പറയുന്നൊരു കാര്യം, സീത നീ ഇവിടെ നിൽക്കാൻ പറയുമ്പോൾ സീത പറയും, ഭാര്യയുടെ ധർമ്മം എന്താണെന്ന് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, കൂടുതൽ പറയണ്ടായിരുന്നു. പിന്നെ ജീവിതത്തിൽ ഒരിടത്തും രാമൻ സീതയെ ഉപദേശിച്ചിട്ടേയില്ല. സീത ഒരിക്കലും അങ്ങനെ ഒരു ഉപദേശത്തിനൊന്നും വഴങ്ങുന്നൊരു ഇതല്ല. കാരണം ജനകൻ്റെ മകളാണ്. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഈ ജനകൻ അനുസ്മരിക്കുന്നൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വിദേഹ രാജ്യത്തിൻ്റെ രാജാവാണ്. ഈ രാജ്യം മിഥിലാപുരി എൻ്റേതാണ്, രാജ്യത്തിൻ്റേതാണ്. പക്ഷേ നാളെ ഇത് അഗ്നിക്കിരയായാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം ഇതൊന്നും എൻ്റേതല്ല. ഇതം ന മമ. ഇത്രയും വലിയൊരു മഹാസാമ്രാജ്യത്തെ ഇത്രയും വലിയ അധികാരങ്ങളോടുകൂടി ഭരിച്ചിരുന്ന സമയത്ത് ഇതൊന്നും എൻ്റേതല്ല എന്ന് കരുതി രാജ്യം ഭരിച്ച ആളാണ്. രാജാവ് നിസ്വനാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി രാജ്യം ഭരിച്ച രാജാവാണ്. രാജാവിനൊന്നും ഉണ്ടായിരുന്നില്ല.
പക്ഷേ ദശരഥൻ അങ്ങനെ ആയിരുന്നില്ല. ദശരഥന് ഒന്നാമത് 353 ഭാര്യമാർ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു വിഷയാസക്തനായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. ഇത്രയും ഭാര്യമാരൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് രാജ്യം ഭരിക്കാനുള്ള പുത്രനുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് പുത്രകാമേഷ്ടി യാഗം നടത്തിയതും ഋഷ്യശൃംഖന കൊണ്ടുവന്നതും. ആ ഋഷ്യശൃംഖൻ അവിടെ വന്നതിന് ശേഷമാണ് ഇത് പുത്രകാമേഷ്ടി യാഗം നടത്തിയതും പുത്രന്മാരൊക്കെ ഉണ്ടായതും നമുക്കറിയാവുന്നതാണ്. ഈ ദശരഥൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിർണായക സന്ദർഭങ്ങളിൽ രാജാവ് തീരുമാനം എടുക്കില്ല. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ രാമനെ രാജാവാക്കാൻ തീരുമാനിക്കുന്ന ദശരഥനല്ല, പലരും തെറ്റിദ്ധരിച്ചേക്കുന്നത് ദശരഥൻ എന്നാണ്. രാജസദസ്സാണ്, കോർട്ട് ഓഫ് ദ കിങ് ആണ് തീരുമാനിക്കുന്നത്. അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും യുനാനിമസ് ഡിസിഷനാണ്. ആ തീരുമാനം പിന്നെ ആർക്കേ മാറ്റാൻ കഴിയുള്ളൂ? രാജാവിന് എങ്ങനെ മാറ്റാൻ കഴിയുക? പറ്റില്ല. രാജസദസ്സ് മാറ്റണം. കാരണം തീരുമാനമെടുത്തത് ആരാണോ അവർക്ക് ആ തീരുമാനം മാറ്റാൻ പറ്റുള്ളൂ. അതാണ് ലോകത്തിലെ രാജാവിനല്ല സുപ്രീമസി. രാജാവിനല്ല ഈ കാര്യത്തിൽ സൂപ്രീമസി, സദസ്സിനാണ്. രാജാവ് ആ കോർട്ടിന് എന്താ പറയുന്നത്? രാജസദസ്സ്. ആ രാജസദസ്സ് എടുത്ത തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യാണ്. ഹീസ് ദ ചീഫ് എക്സിക്യൂട്ടീവാണ്, സമ്മതിച്ചു. പക്ഷെ ആ തീരുമാനം മാറ്റണം എന്നുണ്ടെങ്കിൽ ആരാണോ തീരുമാനമെടുത്തത് അവർ വേണം മാറ്റാനായിട്ട്. ആ തീരുമാനം രാജാവിൻ്റെ തീരുമാനമല്ല, രാജ്യത്തിൻ്റെ തീരുമാനമാണ്. രാമനെ രാജാവാക്കാനുള്ളത് ദശരഥൻ്റെ തീരുമാനമല്ല, അയോധ്യ രാജ്യത്തിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം പറ്റില്ല എന്നാണ് ആര് പറയുന്നത്? കൈകേയി പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണത്? ഈ തീരുമാനം പറ്റില്ല എന്ന് കൈകേയി പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹമാണ്. കാരണം രാജ്യം നിയമാനുസൃതം എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ആ തീരുമാനം തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യോജിക്കുന്നതല്ലാത്തതുകൊണ്ട് ഭർത്താവിൽ തനിക്കുള്ള സ്വാധീനം ചെലുത്തി അത് നടപ്പിലാക്കാതിരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് രാജ്യദ്രോഹമാണ്. രാജ്യദ്രോഹം ഒരാൾ ചെയ്യണമെങ്കിൽ എന്താണ് അതിന്? ഒന്നുകിൽ വധശിക്ഷ അല്ലെങ്കിൽ ജയിലിലിടണം. ഇത് രണ്ടും ദശരഥൻ ചെയ്തിട്ടില്ല. ദശരഥൻ അതിന് പകരം ഇവളുടെ കാല് പിടിക്കുകയാണ് ചെയ്തത്. കാല് പിടിച്ച് പൊട്ടിക്കരയാണ് ചെയ്തത്. ദുഷ്ടേ, നിശാചരി എന്നൊക്കെ പിന്നീട് പറയുന്നുമുണ്ട്, ചീത്തയും വിളിക്കുന്നുണ്ട്. പക്ഷെ അതല്ലല്ലോ രാജാവ് ചെയ്യേണ്ടത്. രാജാവ് അപ്പം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവരെ പിടിച്ച് അകത്തിടാൻ പറയണം, രാജ്യ തീരുമാനം നടക്കണം. അല്ലെങ്കിൽ പറഞ്ഞതൊന്നും നടക്കാൻ പോകുന്നില്ല, കാരണം രാജ്യത്തിൻ്റെ തീരുമാനമാണ്. രാജ്യത്തിൻ്റെ തീരുമാനത്തിനകത്ത് നിന്ന് കഴിഞ്ഞാൽ കയ്യേയി നിന്നെ ജയിലിലിടേണ്ടി വരും. അതുകൊണ്ട് നീ ഇതിന്ന് സ്കൂട്ടായിക്കോ എന്നാണ് ഇപ്പോഴത്തെ പുതിയ ഭാഷ പറഞ്ഞ സ്കൂട്ടായിക്കോ എന്ന് പറയേണ്ടതാണ്. നീ ഇതിന്ന് പിന്മാറൂ എന്ന് പറയേണ്ടതാണ്. അത് പറഞ്ഞില്ല. അത് പറയാതെ കാല് പിടിക്കുകയാണ്. അപ്പോൾ ഒരു രാജാവ് എന്ന നിലക്ക് തീരുമാനം എടുക്കേണ്ട സന്ദർഭത്തിൽ തീരുമാനം എടുത്തില്ല. ജനകന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ജനകനെ തീരുമാനമെടുക്കുക. കാരണം ഇതെല്ലാം ഈ മമതാബന്ധം പുലർത്തിയ ആളാണ് ദശരഥൻ. ആരോട്? കൈകേയി, കാമകലയിൽ വിദഗ്ധയായിരുന്ന കൈകേയിയോട് ഇയാൾക്ക് ഉണ്ടായിരുന്ന മമത മൂലം എടുത്ത ഒരു തീരുമാനം, രാജാവ് എടുത്തതല്ല, രാജ്യമെടുത്ത ഒരു തീരുമാനം നടപ്പിലാക്കാതിരിക്കാൻ ഇയാൾ കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇയാൾ പറയുന്നില്ലേ ഇത്, നീ രാജാവാകണ്ടെന്ന് ദശരഥന് എങ്ങും പറഞ്ഞിട്ടില്ല, പറയാനും പറ്റില്ല. എന്താ കാരണം? രാജസദസ്സ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ആ സദസ്സിൽ അവതരിപ്പിച്ച് മാറ്റാതെ മറിച്ച് പറയാൻ ഇയാൾക്ക് പറ്റില്ല. കാരണം അത് ഈ രാജസദസ്സിലോട് പറയണം. രാജസദസ്സിൽ പറയണമെങ്കിൽ എന്ത് വേണ്ടി വരും?
ഒരു കാരണം പറയണ്ടേ? അവിടെ പോയിട്ട് പറയാൻ പറ്റുമോ എനിക്ക് എൻ്റെ ഭാര്യയെ ഇഷ്ടമാണ്, അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് രാമനെ മാറ്റണമെന്ന് പറയാൻ പറ്റുമോ? നിയമലംഘനമാണ്. ആ രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമത്തിൻ്റെ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുകയാണ് രാജാവ് ചെയ്തത്. ജനകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ജനകൻ ഒരിക്കലും ചെയ്യില്ല എന്ന് മാത്രമല്ല, ഈ പുത്രസ്നേഹവും പുത്രിസ്നേഹവും രണ്ട് സ്ഥലത്തും എടുത്തു നോക്ക്. ഈ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ രാമനെപ്പോലെയുള്ള പരമയോഗ്യനായ ഒരു മകൻ പോലും ഓർക്കുമ്പോൾ പറയുന്നത്, എന്ത് പറ്റി, ഞാൻ എപ്പോഴും അച്ഛനെ അവിടെയാണല്ലോ കണ്ടേക്കണേന്നാണ് പറയുന്നത്. എവിടെ? കയ്യേയുടെ അടുത്ത്. അപ്പോൾ അച്ഛൻ്റെ സ്വഭാവം മനസ്സിലായല്ലോ, മക്കൾക്കുമൊക്കെ അറിയാമായിരുന്നു സ്വഭാവം ഇതാണെന്നുള്ള കാര്യം. മറ്റതങ്ങനെയല്ല, നിർമ്മമനായിട്ട് രാജ്യം ഭരിച്ച ചക്രവർത്തിയാണ്. ആ നിർമ്മമനായി രാജ്യം ഭരിച്ച ചക്രവർത്തിയുടെ മകളാണ് ഭൂമിപുത്രിയായ സീത. ഒരു വളർത്തു മകൾക്ക് ഒരു അച്ഛൻ കൊടുത്തിരിക്കുന്ന വാത്സല്യം എത്രയാണെന്ന് ആലോചിച്ച് നോക്ക്. അവൾ മരിക്കാൻ നേരത്ത് ആ അച്ഛൻ്റെ വാത്സല്യത്തെയാണ് അവൾ അനുസ്മരിക്കുന്നത്. അതാണ് ആരെ? ജനകൻ. ഇതൊന്നുമല്ല, പിന്നെ രാമൻ മാന്യനായിരുന്നതിൻ്റെ പേരിൽ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ആ നിയമപ്രശ്നം ഉണ്ടാവിടെ, എപ്പോഴും ആ നിയമപ്രശ്നം നിലനിൽക്കുകയാണ്, കാരണം പറഞ്ഞിട്ടില്ല. അപ്പോൾ അച്ഛൻ പറയാതെ പിന്നെ എന്തിനു പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പറയാതെ പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ വാക്ക് ലംഘിക്കേണ്ടി വരും, സത്യലംഘനം നടത്തേണ്ടി വരും. അത് രാമൻ്റെ ഗുണമാണ്, ദശരഥൻ്റെ ഗുണമല്ല. അപ്പോൾ രണ്ട് രാജാക്കന്മാർ, രണ്ടുപേരും പ്രഗത്ഭരാണ്. പക്ഷെ ഒരാൾ ധർമ്മനിഷ്ഠനായ രാജർഷിയും മറ്റൊരാൾ ഒരു വിഷയാസക്തനായ ഒരു രാജാവുമായി ആണ് എന്നുള്ളതാണ്. ആ വിഷയാസക്തനായ രാജാവിൻ്റെ മകനാണ് ലോകം കണ്ടേക്കുന്ന ഏറ്റവും വലിയ ആദർശ രാജാവായി മാറിയത്.